നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിലെത്തണമെന്നില്ല. എത്തിയാൽ തന്നെ നിന്നെയൊന്ന് തൊടാൻ കഴിയണമെന്നില്ല. ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ പറ്റണമെന്നില്ല. കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. സോമൻ കടലൂരിൻ്റെ അതിമനോഹരമായ വരികളാണിത്. ശരിയാണ്, എത്ര ശ്രമിച്ചാലും ചിലരുടെ ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് മായില്ല. അവർ തന്ന ഓർമ്മകൾക്ക് അത്ര ഭംഗിയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു കൊടുത്ത ഓർമ്മകളൊക്കെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും ഭാവങ്ങളായി അവൻ്റെ കൂടെ നടന്നവർക്ക് വെളിപ്പെട്ട് കിട്ടിയത് അത്രമേൽ സുന്ദരമായ നിമിഷങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ആസ്വദിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഒരു ദുർബല നിമിഷത്തിൽ ഓടിപ്പോയിട്ടും ശിഷ്യന്മാരൊക്കെ അവൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയത്. അതെ, ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായി ജീവിക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഒട്ടും എളുപ്പമല്ല. ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും. ക്രിസ്തു സ്നേഹത്തിൻ്റെ ഓർമ്മയായി മാറിയത് അത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ടാണ്. ഈ നോമ്പുകാലത്തിൽ നമുക്കും സ്നേഹത്തിൻ്റെ ഓർമ്മയാകാം.